ഹായ്, ഇന്നത്തെ റെസിപ്പി വളരെ കുറഞ്ഞ ചിലവിൽ വളരെ കുറഞ്ഞ ചേരുവ ഉപയോഗിച്ച് അടിപൊളിയായിട്ട് ചെയ്തെടുക്കുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നേന്ത്രപ്പഴം റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയുള്ള, എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതിനകത്ത് കണ്ടൻസ്ഡ് മിൽക്കോ ക്രീമോ ചൈന ഗ്രാസോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ സാധാരണയായി ഉള്ള ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സൈഡ് ഡിഷായിട്ടും ഡെസേർട്ടായിട്ടും പുഡിങ്ങായിട്ടും ഒക്കെ മാറ്റാവുന്ന ഒരു റെസിപ്പിയാണ്. അതിനായി 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല മൂത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് അരിഞ്ഞു വയ്ക്കുക. അധികം പഴുക്കുകയും ചെയ്യരുത്, പഴുപ്പ് കുറവും ഉണ്ടാവരുത്. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് 5-6 കാഷ്യൂസ് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ അത് മൂത്ത് വരുമ്പോൾ 5-6 കിസ്മിസും കൂടെ ഇട്ട് മൂത്ത് കോരിയെടുത്ത് മാറ്റി വയ്ക്കുക. നമ്മൾ എടുത്തു വെച്ച നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞ് ഈ നെയ്യ് ബാക്കിയുള്ള പാനിലേക്ക് ഒന്ന് തട്ടിക്കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് നിറം മാറി കഴിയുമ്പോൾ ഇത് മാറ്റി വയ്ക്കാം. അതിനകത്ത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വെക്കണം. അതിനുശേഷം ഒരു പാനിൽ 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പം നമ്മൾ നേന്ത്രപ്പഴത്തിൽ പഞ്ചസാര ഇട്ട് ഇളക്കി മാറ്റി വയ്ക്കുകയാണ്. പാല് തിളയ്ക്കാനും വെച്ചിട്ടുണ്ട്. ഇനി ഈ പാലിനകത്തേക്ക് ചേർക്കാനായി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഓപ്ഷണലാണ്. ഉള്ളവർ ഇട്ട് കൊടുത്താൽ മതി. പാൽപ്പൊടി ചേർത്താൽ കുറച്ചുകൂടി നല്ല സ്വാദ് കിട്ടും. അതുകൊണ്ടാണ്. ഉള്ളവർ അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അത് നന്നായിട്ട് അല്പം പാലിലോ അല്പം വെള്ളത്തിലോ കലക്കി വെക്കുക. പാല് ഒന്ന് തിളയ്ക്കാറാവുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര വീണ്ടും ഇട്ട് കൊടുത്ത് യോജിപ്പിക്കുക. അതൊന്ന് കുറുകി തിളച്ച് വരുമ്പോൾ നമ്മൾ കൂട്ടിവെച്ച കൂട്ടെടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. കുറുകി വരുമ്പോൾ ഒരു 4-5 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് നന്നായി ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി വരും. കുറുകി തിളയുടെ പാകത്തിൽ വരാറാവും. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വഴറ്റി വെച്ച നേന്ത്രപ്പഴം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കാം. കുറച്ച് നമ്മൾ മാറ്റി വെക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ നേന്ത്രപ്പഴം മാറ്റി വെക്കണം. അത് അവസാനം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നല്ലതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. കുറുകി തിള വരുമ്പോൾ നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂസ്, ഏത്തപ്പഴം, നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ അതും പിന്നെ കാഷ്യൂസും ഒക്കെ ഇട്ട് കിസ്മിസും ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഇത് തണുക്കാനായി വെക്കാം. തണുത്തതിന് ശേഷം നമ്മൾ ഇത് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ തണുക്കാതെ നമുക്ക് സൈഡ് ഡെസേർട്ടായിട്ട് കഴിക്കാം. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് കോൺഫ്ലവർ അല്പം ഒന്ന് കുറച്ച് കുറുക്കിയെടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഈ പുഡിങ് ഫ്രിഡ്ജിൽ നിന്ന് ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ വെച്ചിരുന്നു. അത്രയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അത് ഫ്രിഡ്ജിൽ അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാനതെടുത്ത് പുറത്ത് വെച്ചു. നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് സെർവ് ചെയ്ത് ഉപയോഗിക്കാം. എനിക്ക് തണുത്ത് പുഡിങ്ങായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. എനിക്കെന്നല്ല, കുറച്ച് തണുത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്, എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങുമാണ്. അപ്പോൾ കുറഞ്ഞ ചേരുവകൾ മതി, ചിലവ് ചുരുക്കമാണ്. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊരു 10 മിനിറ്റിനകത്ത് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തെടുക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.